ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു 3 വേർഡ്സ് ഡിസ്ക്രൈബ്, പ്രെസ്ക്രൈബ്, പ്രോസ്ക്രൈബ് ഈ വേർഡ്സ് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഡിസ്ക്രൈബ് എന്ന വേർഡിൻ്റെ മീനിങ് എന്ന് മനസ്സിലാക്കാം. പ്രൊവൈഡ്സ് എ ജനറൽ ഓവർവ്യൂ ആൻഡ് ഡീറ്റെയിൽസ് അബൌട്ട് വാട്ട് സംതിങ് ലുക്സ്, ഫീൽസ്, സൗണ്ട്സ് ലൈക്ക് ഓർ ബിഹേവ്സ്. ഇതാണ് അതിൻ്റെ ഡിസ്ക്രൈബിൻ്റെ മീനിങ്. സോ ഓവർവ്യൂ ആണ് അല്ലേ, ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാൽ വിവരിക്കുക. ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളൊരു വിവരണം നൽകുന്നതിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് പറയാം. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു, കാരണം ഡിസ്ക്രൈബ് എന്ന വേർഡിൻ്റെ മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമുക്ക് പ്രെസ്ക്രൈബ് എന്ന വേർഡ് എന്താ നോക്കാം. ഓക്കെ, പ്രെസ്ക്രൈബ് വരുമ്പോൾ ആദ്യം അതിൻ്റെ ഒരു ഡെഫിനേഷൻ വായിക്കാം. ദിസ് വെർബ് മീൻസ് ടു ഇൻസ്ട്രക്ട് ഓർ ഡിക്റ്റേറ്റ് എ റൂൾ ഓർ ഇൻസ്ട്രക്ഷൻ ഫോർ അതേഴ്സ് ടു ഫോളോ. എന്താ ഇവിടെ പറയണേ? ഇൻസ്ട്രക്ട് ചെയ്യാണ് അല്ലേ. പ്രെസ്ക്രൈബ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻ ആണ്, ഇൻസ്ട്രക്ട് ചെയ്യാണ്. നമുക്കറിയാം പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടേഴ്സ് തരുന്ന പ്രിസ്ക്രിപ്ഷൻ അല്ലേ. അത് പ്രകാരം എന്താണ് നമ്മൾ എന്തൊക്കെ മരുന്ന് കഴിക്കണം എന്നുള്ള നിർദ്ദേശമാണത് അല്ലേ. സോ പ്രിസ്ക്രൈബിന്റെ മീനിങ് നമുക്ക് നിർദ്ദേശിക്കുക എന്ന രീതിയിലാണ് വരിക. ഇനി നമുക്ക് പ്രോസ്ക്രൈബ് എന്താ നോക്കാം. പ്രോസ്ക്രൈബ് മീൻസ് ടു ഫോർബിഡ് സംതിങ് ആസ് ഹാർംഫുൾ ഓർ അൺലോഫുൾ. നമുക്ക് നിയമവിരുദ്ധമായതുപോലെയുള്ളതോ അല്ലെങ്കിൽ ഹാനികരമായിട്ടുള്ളത് പോലെയുള്ള കാര്യങ്ങളെ സ്റ്റോപ്പ് ചെയ്യുക. ഫോർബിഡ് സംതിങ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെ നിർത്തലാക്കുന്നതിനെയാണ് പ്രോസ്ക്രൈബ് എന്ന് പറയുക. സോ നമുക്ക് എന്ത് മലയാളത്തിൽ പറയുമ്പോൾ നിരോധിക്കുക എന്ന രീതിയിലാണ് പ്രോസ്ക്രൈബിൻ്റെ മീനിങ് വരിക. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിസ്ക്രൈബ് വിവരിക്കുക എന്നാണ്. ഈ 3 വേർഡ്സും വായിക്കുമ്പോൾ ഏകദേശം ഒരേപോലെയാണ്. ഇവിടെ ഡിസ്ക്രൈബ് ഒരു വാക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പ്രെസ്ക്രൈബും പ്രോസ്ക്രൈബും തമ്മിൽ ജസ്റ്റ് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ മീനിങ്ങിലേക്ക് വരുമ്പോൾ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. ഒരു തവണ PSCയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഈ പ്രെസ്ക്രൈബും പ്രോസ്ക്രൈബിൻ്റെയും ഒരു കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. സോ അത് മനസ്സിലാക്കാം. നമുക്കിതൊരു സെൻറ്റൻസും കൂടെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഒരു സെൻറ്റൻസ് നോക്കാം. ഡിസ്ക്രൈബ് എന്ന വേർഡ് വെച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ്. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ഡിസ്ക്രൈബ് ദെയർ ഫേവറേറ്റ് ബുക്ക് അല്ലേ. എന്താണ്? ടീച്ചർ അവരുടെ സ്റ്റുഡൻസിനോട് അവരുടെ ഫേവറേറ്റ് ബുക്കിനെ കുറിച്ചൊരു വിവരണം നൽകാൻ പറഞ്ഞിരിക്കുന്നു അല്ലേ. സോ ഡിസ്ക്രൈബിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാം, വിവരിക്കുക എന്നുള്ളതാണ്. പ്രെസ്ക്രൈബ് എന്താണ്? ദിസ് ഡ്രഗ് ഷുഡ് നോട്ട് ബി പ്രെസ്ക്രൈബ് ടു ചിൽഡ്രൻ അല്ലേ. ഒരു എക്സാമ്പിളാണ് സെൻറ്റൻസ്. ദിസ് ഡ്രഗ് ഷുഡ് നോട്ട് ബി പ്രെസ്ക്രൈബ്ഡ് ടു ചിൽഡ്രൻ. നിർദ്ദേശിക്കുക അല്ലേ. പ്രെസ്ക്രൈബ്ഡ്, ഈ ഡ്രഗ് നിർദ്ദേശിക്കാൻ പാടുള്ളതല്ല. അതാണ് ഈ സെൻറ്റൻസിൽ വരുന്നത്. സോ പ്രെസ്ക്രൈബ് എന്താണ്? നിർദ്ദേശിക്കുക എന്ന രീതിയിലാണ് പ്രെസ്ക്രൈബിൻ്റെ മീനിങ് വരിക. ദ സ്കൂൾസ് ഡ്രസ് കോഡ് പ്രോസ്ക്രൈബ്സ് ഷോർട്ട് സ്കേർട്സ് അല്ലേ. എന്താണ് പ്രോസ്ക്രൈബ്? നിരോധിക്കുകയാണ് അല്ലേ. ദ സ്കൂൾസ് ഡ്രസ് കോഡ് പ്രോസ്ക്രൈബ്സ് ഷോർട്ട് സ്കേർട്സ്. സ്കൂളിൻ്റെ ഡ്രസ് കോഡ് പ്രകാരം ഷോർട്ട് സ്കേർട്സ് നിരോധിച്ചിരിക്കുന്നു അല്ലേ. സോ ഇങ്ങനെയാണ് ഈ സെൻറ്റൻസിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്, മീനിങ്ങിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്